കണ്ണൂർ പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെ നേതൃത്വത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ CPM ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. നാളത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും. അതേസമയം CPIM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ താൻ അപമാനിച്ചുവെന്ന പ്രചരണം വി കുഞ്ഞികൃഷ്ണൻ തള്ളി. 24 എൻകൗണ്ടറിലായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം. അന്തരിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരിയെ പോലും അപമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു സമീപനം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് MV ജയരാജൻ പറയുന്നത്. അങ്ങനെ ഒരു സമീപനവും ഞാൻ സ്വീകരിച്ചിട്ടില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം ഞാൻ നേരിട്ട് ചെന്ന് പെടുത്തിയത് സൂചിപ്പിച്ചു എന്നത് മാത്രമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അന്ന് കോടിയേരിയാണ് സെക്രട്ടറി എന്നതുകൊണ്ട് കോടിയേരിയുടെ പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കോടിയേരിയെ അപമാനിക്കത്തക്ക രീതിയിലോ മോശമായി ചിത്രീകരിക്കത്തക്ക രീതിയിലോ ഒരു വാചകം പോലും ഞാൻ എൻ്റെ അഭിമുഖത്തിൽ ഉന്നയിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. അജീഷ് ശിവകുമാർ ശ്രീത്തമ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ് തുടർന്ന് വി കുഞ്ഞികൃഷ്ണൻ ഇന്നലെ എൻകൗണ്ടറിൽ പറയുന്നുണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യം പറയാനുള്ള കാരണം കോടിയേരി ഉറപ്പായും പ്രവർത്തകരുടെ വികാരമാണ്. അപ്പോൾ രക്തസാക്ഷി ഫണ്ടിൽ കയ്യിട്ട് വാരി എന്നത് ഒരുപക്ഷെ അതിനേക്കാൾ വൈകാരികമായൊരു വിഷയത്തെ വൈകാരികമായൊരു വിഷയം കൊണ്ട് റദ്ദ് ചെയ്യാനുള്ള വിഫലമായ ശ്രമം എന്നുള്ളതായിരുന്നു KK രാജേഷും MV ജയരാജന്റെയും വാക്കുകളെ വി കുഞ്ഞികൃഷ്ണൻ ഇന്നലെ വിലയിരുത്തിയത്. എന്തായാലും കുഞ്ഞികൃഷ്ണനെ പുറത്താക്കലല്ലാതെ CPM മുന്നിൽ മറ്റു വഴികളുമില്ല. അജീഷ്, ഈ അച്ചടക്ക നടപടി എന്നൊക്കെ ആലങ്കാരികമായി പറയുകയാണെങ്കിലും ഈ പുറത്താക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് തന്നെയാണ് ഏതാണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് ഈ വെളിപ്പെടുത്തലിൽ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ തന്നെ വി കുഞ്ഞികൃഷ്ണനും ഈ കാര്യങ്ങളിൽ തന്നെ ഏതാണ്ട് ഒരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളെ കാണുമ്പോഴും അക്കാര്യം തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുമുണ്ട്. എന്തായാലും പാർട്ടിക്ക് പക്ഷേ ഇത് വലിയൊരു തലവേദനയാണ്. കാരണം കണ്ണൂരിലാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ളത്. സ്വാഭാവികമായിട്ട് രക്തസാക്ഷി കുടുംബങ്ങളുടെ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പലതവണ പല ഘട്ടങ്ങളിൽ വർഷങ്ങളായിട്ട് തന്നെ ഈ ഫണ്ട് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പയ്യന്നൂരിലെ ധൻരാജ് ഈ രക്തസാക്ഷി ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെന്ന് പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തന്നെ മറ്റിടങ്ങളിലും ഇത്തരത്തിൽ സമാനമായിട്ട് സംശയങ്ങൾ ഉണ്ടാകും. പാർട്ടി നേരത്തെ കുഞ്ഞികൃഷ്ണൻ 2016 ജൂലൈ മുതലാണ് ധൻരാജിന്റെ രക്തസാക്ഷി ഫണ്ട് ശേഖരണം തുടങ്ങുന്നത്. അതിനുശേഷം ഏതാണ്ട് 1,04 ലക്ഷം രൂപ പിരിച്ചു എന്നാണ് പാർട്ടിയുടെ കണക്കിൽ പറയുന്നത്. അതിൽ ഏതാണ്ട് 32 ലക്ഷത്തോളം രൂപ പാർട്ടി അക്കൗണ്ടിൽ നിന്ന് അത് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതായിരുന്നു കുഞ്ഞികൃഷ്ണൻ ആദ്യം ഉന്നയിച്ച ആരോപണം. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഫണ്ട് ശേഖരണം ഉൾപ്പെടെ നടത്തിയിരുന്നു. മാത്രമല്ല ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഫണ്ട് ശേഖരണം നടത്തി. ഇതിലൊക്കെ ക്രമക്കേടുകൾ അദ്ദേഹം ആരോപിച്ചിരുന്നു. ഏതാണ്ട് 8 വർഷങ്ങളായിട്ടുള്ള പാർട്ടിയുടെ ഈ വിഭാഗീയത പ്രശ്നങ്ങൾ പാർട്ടിക്ക് വലിയ തലവേദന ആയപ്പോഴാണ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ അന്വേഷണ കമ്മീഷൻ ഇതിന്റെ ഈ തെളിവുകളടക്കം അദ്ദേഹം കൊടുത്തുവെന്ന് പറയുമ്പോഴും തെളിവുകളടക്കം ഒന്നും പരിശോധിക്കാതെ ഇതിൽ വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കാൻ കാലതാമസം നേരിട്ടു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ചില നേതാക്കളെ തരം താഴ്ത്തുകയും ഒപ്പം തന്നെ ചിലരെ മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. അതിനുശേഷം 8 മാസത്തോളം പാർട്ടിയിൽ നിന്ന് പിണങ്ങി മാറി അദ്ദേഹത്തെ പാർട്ടി നേതാക്കൾ തന്നെ നേതൃത്വം തന്നെ അനുനയിപ്പിച്ച് ജില്ലാ കമ്മിറ്റിയിൽ അവസാനത്തെ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. പക്ഷേ അപ്പോഴും അദ്ദേഹം ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. പക്ഷേ ആരോപണം ഉന്നയിച്ചയാളെ പ്രതി ആക്കാനാണ് നേതൃത്വം ശ്രമിച്ചത് എന്നുള്ളൊരു കാര്യമാണ് കുഞ്ഞികൃഷ്ണൻ ആവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇത് തുറന്നു പറയേണ്ടി വരുന്നത്. എന്തായാലും ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് സമ്മതിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകാരികമായി അത് കണ്ണൂരിൽ വലിയ പ്രശ്നമുണ്ടാക്കും. എന്തായാലും പാർട്ടി അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാതെ കുഞ്ഞികൃഷ്ണന്റെ ആരോപണം മൊത്തത്തിൽ തള്ളി അത് കുഞ്ഞികൃഷ്ണന്റെ വിഭാഗീയത കൊണ്ടുള്ള ഒരു ആരോപണം മാത്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും ഇന്ന് 2:30 ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. അതിനുശേഷം ജില്ലാ കമ്മിറ്റിയിലും ഇന്ന് എടുക്കുന്ന തീരുമാനം അറിയിക്കും. എന്തായാലും പുറത്താക്കലിൽ കുറഞ്ഞ ഒരു തീരുമാനം പാർട്ടിയിൽ നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. ജില്ലാ സെക്രട്ടറി KK രാഗേഷും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനടക്കമുള്ളവർ നൽകുന്ന അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതും അതാണ്. എന്തായാലും കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയില്ല എന്ന് പറയുന്നത് ശരിയല്ല. വ്യക്തിപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹം പറയുന്ന 100% ശരിയെന്ന് വിശ്വസിക്കുന്ന കുറേയധികം നേതാക്കളും പ്രവർത്തകരൊക്കെ ആ മേഖലയിൽ തന്നെയുണ്ട്. പയ്യന്നൂരിലെ വെള്ളൂർ എന്ന സ്ഥലത്താണ് കുഞ്ഞികൃഷ്ണന്റെ വീട്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളൊന്നാണ് വെള്ളൂർ. അവിടെ പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകരൊക്കെ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പറഞ്ഞത് കൃത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാലും പുറത്താക്കലല്ലാതെ പാർട്ടിക്ക് മുന്നിൽ മറ്റു വഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.